ഇന്ന് ഓക്കെ ഗൈസ്, ഇന്ന് പിന്നെ നമ്മൾ സ്പെക്ട്ര ബ്രോയിൻ്റെ ബോസിനെയാണ് കിഡ്നാപ്പ് ചെയ്യുന്നത്. സ്പെക്ട്ര ബ്രോ ആരാന്ന് നിങ്ങൾക്കറിയാലോ. ഒരു യൂട്യൂബ് ചാനൽ മെമ്പറാണ്. അപ്പോഴേ നമുക്ക് കിഡ്നാപ്പ് ചെയ്യേണ്ട ആള് സ്പെക്ട്ര അണ്ണൻ്റെ ബോസാണ്. അപ്പം നമുക്ക് വേഗം സ്പെക്ട്ര അണ്ണൻ അറിയാതെ ബോസിനെ പിടിക്കണം. സ്പെക്ട്ര അണ്ണൻ വീട്ടിൽ കാണുമെന്ന് അറിയത്തില്ല ബോസിൻ്റെ. ഏതായാലും ബോസിനെ ആ ഒരു ബോസിനെ നമുക്കൊന്ന് പിടിച്ച് കിഡ്നാപ്പ് ചെയ്യാം. ഈ വണ്ടിക്കകത്ത് കൊണ്ടുപോയി നമുക്കില്ലേ ഏതെങ്കിലും ആ ട്രെയിനിൻ്റെ മുമ്പിലെങ്ങാനും കൊണ്ടുവിടാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുവിടാം. അത് തന്നെയാണ് നല്ലത്. പിന്നെയില്ലേ, കുറച്ച് ദിവസമായില്ല വീടിട്ടിട്ട്, അതുകൊണ്ട് എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് വളർന്നു. എൻ്റെ ഷേപ്പൊക്കെ ഞാൻ മാറ്റിയായിരുന്നു. ഇവിടെയെന്ന് തോന്നുന്നു ബോസ് ഉള്ളത്. ഏതായാലും ഇല്ലേ, സ്പെക്ട്ര അണ്ണൻ്റെ ബോക്സിനെ എന്ന് പോലും നല്ല ബോക്സിങ്ങാര. ട്രെവർ അണ്ണൻ്റെ വീട്ടിലാ ബോസ് ഉണ്ടായിരുന്നേന്നാണ് പറഞ്ഞത്. ഏതായാലും ഇല്ലേ, നമുക്കൊന്ന് പിടിച്ചു നോക്കാം. ഹലോ, സ്പെക്ട്ര അണ്ണൻ്റെ ബോസ് അല്ലേ? ഇത് എന്നാടോ, ഇതാരോ, നിങ്ങളാരോ? ഞാനില്ലേ സ്പെക്ട്ര അണ്ണൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഇവിടെ ഞാൻ സ്പെക്ട്ര അണ്ണൻ്റെ കൂടെ കൂട്ടാനാണ് വന്നത്. വാ. എന്തിനാടോ? പിന്നെ പറയാം ഗൈസ്. സ്പെക്ട്ര അണ്ണൻ ഒരു പ്രൈസ് തരാൻ വിളിച്ചു. ആ ഡിക്കിക്കകത്ത് കയറിയിരുന്നു, അതാ നല്ലത്. ഓക്കെ ഗൈസ്, അയാൾ ഡിക്കിക്കകത്ത് കണ്ടിരിപ്പുണ്ട്. ഇനി അയാളെ കൊല്ലാനൊരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം. നമുക്ക് ആ കൺസ്ട്രക്ഷൻ്റെ അവിടെ ഒരു നല്ല സ്ഥലമാണ്. കൺസ്ട്രക്ഷൻ്റെ അവിടെ ഇല്ലേ, അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഏതായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കിയാലോ. കാർ ഷോറൂമിൽ പോയാൽ ആരും കാണത്തില്ല, അവിടെ പിന്നെ ആരും കാണത്തില്ല. ചിലർ കൺസ്ട്രക്ഷൻ പണിക്ക് വരും, അവരിങ്ങനെ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. ഏതായാലും ബോസിനെ നമുക്ക് ഇവിടെ തന്നെ എത്തി. ഇവിടെയാണോടാ സ്പെക്ട്ര? അവൻ സ്പെക്ട്രൻ. സ്പെക്ട്രനോ? അയ്യോ, ഇപ്പം ഇങ്ങനെയാണ് വിളിക്കുന്നത്. ഏതായാലും സാരമില്ല. ഇവിടെയാ. എവിടെയാ? മേലില് ഇങ്ങനെ അതോ ഇറങ്ങി. അങ്ങനെ സ്പെക്ട്രനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് താഴേക്ക് പോവാം. ഈ രണ്ടാം നിലയിൽ കിടന്നോട്ടെ ഇപ്പം. അയ്യോ, ഞാനും കൂടെ താഴെ പോണു. സാരില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. സ്പെക്ട്രനൊന്നും അറിയില്ല, അങ്ങനെ നമ്മൾ നോക്കണം. സ്പെക്ട്ര അണ്ണൻ അറിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം പോക്ക. സ്പെക്ട്ര അണ്ണൻ എന്നെ പിന്നെ പറയണ്ട, നല്ല ഫൈറ്ററാന്നൊക്കെ കേൾക്കുന്നത്. എന്താണോ വാ, നമുക്കങ്ങ് നേരെ അങ്ങ് വീട്ടിലേക്ക് വിട്ടേക്കാം. ആരും അറിയത്തില്ല. ഇവിടെ കാറുണ്ടെങ്കിലും ആരും അറിയത്തില്ല. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഞാൻ പറയാം ഇവിടെ ഒരു വീട് വെക്കാനാണ്. ജുറാസിക് പാർക്കിൽ കൊണ്ടുപോയി കളയുന്നത് നല്ലതായിരുന്നല്ലോ. എന്തായാലും സാരമില്ല. ഇങ്ങോട്ട് തന്നെ പോവാം. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സ്പെക്ട്രനെ അറിയില്ലെന്ന് നിങ്ങൾ ഓർത്തണം. ഇതാണ് ട്രെവർ അണ്ണനെ ഒന്ന് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കുറ്റബോധം ആരോടും പറയണ്ട. അപ്പോഴില്ലേ, സ്പെക്ട്രന് ഏതൊരു വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇല്ലേ, സ്പെക്ട്രനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അത് തീരും. സ്പെക്ട്രന് അറിഞ്ഞാൽ തന്നെ ഞാൻ മറ്റേ സിറ്റിയിൽ തന്നെ പോവുക. മറ്റേ സെക്കൻഡ് സിറ്റി ഇല്ലേ, ഇതല്ലാതെ അവിടെ ഞാൻ പോവും. അവിടെ പോയില്ലെങ്കിൽ വേറെ വഴിയില്ല, അതുകൊണ്ടാണ്.
ഏതായാലും ഇപ്പം നമ്മൾ വീട്ടിൽ എത്തി. സ്പെക്ട്രാണ് ഇനിയിപ്പോൾ ബോസിനെ അങ്ങ് അന്വേഷിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ കാര്യം പ്രശ്നം തന്നെ. ഏതായാലും ഞാൻ വീട്ടിൽ കയറി ഒന്ന് കുളിച്ചോട്ടെ. അതായത് ചോര ഇങ്ങനെ കാണുമോ? ഏതായാലും സാരമില്ല. നമുക്ക് നേരെ ഇവിടെ അല്ലല്ലോ കുളിക്കുന്നത്, താഴെ. ഇവിടെ കുളിക്കാൻ സ്ഥലമില്ലേ? സ്വിമ്മിങ് പൂൾ. യെസ്. അപ്പോഴേ ഈ ഡോറൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യണം. സ്പെക്ട്രെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പണിയാവും. ഇത് കണ്ട് എന്നാന്ന് ചോദിക്കുക, എന്നിട്ടിപ്പം ഞാൻ എന്നെ ഉത്തരം പറയും. ഓക്കെ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം, വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.